പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ജൂലൈ 23 വ്യാഴാഴ്ച. 2 ശമൂവേൽ 15 അധ്യായം 25 വാക്യം. രാജാവ് സാദോക്കിനോട് പറഞ്ഞു, ദൈവത്തിന്റെ പെട്ടകം നഗരത്തിലേക്ക് തിരികെ കൊണ്ടുപോകുക. യഹോവയ്ക്ക് എന്നോട് പ്രസാദമുണ്ടെങ്കിൽ അവിടുന്ന് എന്നെ വീണ്ടും കൊണ്ടുവന്ന് അതിനെയും തൻ്റെ വാസസ്ഥലത്തെയും കാണിച്ചു തരും. ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തെ ഉണർത്തുന്ന ഒരു മനോഹരമായ വിശ്വാസ സാക്ഷ്യമാണ് ഈ വചനം. ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളിൽ ഒന്നിലൂടെയാണ് കടന്നു പോകുന്നത്. സ്വന്തം മകനായ അബ്ശാലോം കലാപം നടത്തിയിരിക്കുന്നു. രാജ്യം വിട്ട് ഓടിപ്പോകേണ്ടി വരുന്നു. അധികാരവും കൊട്ടാരവും ബഹുമതിയും എല്ലാം കൈവിട്ടു പോകുന്ന നിമിഷം. അപ്പോൾ പുരോഹിതന്മാർ ദൈവത്തിന്റെ നിയമപ്പെട്ടകം ദാവീദിന്റെ പിന്നാലെ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. എന്നാൽ ദാവീദ് പറയുന്നു, ദൈവത്തിന്റെ പെട്ടകം തിരികെ കൊണ്ടുപോകുക. യഹോവയ്ക്ക് എന്നോട് പ്രസാദമുണ്ടെങ്കിൽ അവിടുന്ന് എന്നെ വീണ്ടും അതിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരും. എത്ര ആഴമുള്ള വിശ്വാസമാണിത്! ദൈവത്തെ സ്വന്തമാക്കാനുള്ള ശ്രമമല്ല ദാവീദിൻ്റെത്. ദൈവഹിതത്തിന് തന്നെ സമർപ്പിക്കുവാനുള്ള വിനയമാണ് ഇവിടെ കാണുന്നത്. വിശുദ്ധ പെട്ടകത്തെ തന്റെ സുരക്ഷയ്ക്കുള്ള ഒരു ഉപാധിയാക്കാൻ ദാവീദ് ശ്രമിക്കുന്നില്ല. ദൈവത്തെ തൻ്റെ പദ്ധതിക്ക് കൂട്ടുപിടിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. പകരം തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ നാമും പലപ്പോഴും ദൈവത്തെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള ഉപാധിയാക്കി മാറ്റാറില്ലേ? യഥാർത്ഥ വിശ്വാസം പറയുന്നത് ഇങ്ങനെയാ: ദൈവമേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതമാണ് എൻ്റെ ജീവിതത്തിൽ നിറവേറേണ്ടത്. ജീവിതത്തിൽ ചിലപ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കാം, ചില ബന്ധങ്ങൾ അകലാം. എന്നാൽ ദൈവസന്നിധി നഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും യഥാർത്ഥത്തിൽ നഷ്ടമാവുകയില്ല. ദാവീദ് മനസ്സിലാക്കിയൊരു വലിയ സത്യമുണ്ട്: ദൈവസന്നിധി ഉണ്ടെങ്കിൽ മരുഭൂമിയും വിശുദ്ധ ഭൂമിയാകും. ദൈവസന്നിധി ഇല്ലെങ്കിൽ കൊട്ടാരവും ശൂന്യമാകും. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, യഹോവയ്ക്ക് എന്നോട് പ്രസാദമുണ്ടെങ്കിൽ അവിടുന്ന് എന്നെ വീണ്ടും കൊണ്ടുവരും. ഇത് നിരാശയുടെ വാക്കല്ല, പ്രത്യാശയുടെ പ്രഖ്യാപനമാണ്. നമ്മുടെ ജീവിതത്തിലും ചില വാതിലുകൾ അടയാം, എന്നാൽ ദൈവം തുറക്കുന്ന വാതിലുകൾ ആരും അടയ്ക്കുകയില്ലല്ലോ. ഈ വചനം 3 ആത്മീയ സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. 1, ദൈവസന്നിധി ഒരു വസ്തുവിലല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ്. വിശുദ്ധ പെട്ടകം ഉണ്ടായതുകൊണ്ടല്ല അനുഗ്രഹം, ദൈവത്തിൻ്റെ പ്രസാദമാണ് യഥാർത്ഥ അനുഗ്രഹം. 2, യഥാർത്ഥ വിശ്വാസം ദൈവഹിതത്തിന് കീഴടങ്ങാനുള്ള ധൈര്യമാണ്. വിശ്വാസം എല്ലാ ചോദ്യങ്ങൾക്കും ഉടൻ ഉത്തരം ലഭിക്കുന്നില്ല. എല്ലാ ചോദ്യങ്ങളോടും ദൈവത്തെ ആശ്രയിച്ച് മുൻപോട്ട് നടക്കുന്നതാണ്. 3, ദൈവത്തിൻ്റെ സമയം ഒരിക്കലും വൈകുകയില്ല. ദാവീദ് വീണ്ടും യെരുശലേമിലേക്ക് മടങ്ങിയതുപോലെ ദൈവം നമുക്കും നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ തൻ്റെ സമയത്ത് തിരിച്ചു കൊണ്ടുവരും. ഈ പ്രഭാതത്തിൽ നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെയാണോ അന്വേഷിക്കുന്നത്, അതോ അനുഗ്രഹദാതാവായ ദൈവത്തെയാണോ അന്വേഷിക്കുന്നത്? ദൈവത്തെ തേടുന്ന ഹൃദയം ഒരിക്കലും ശൂന്യമായി മടങ്ങുകയില്ല. അവിടുത്തെ സന്നദ്ധിയിൽ നിൽക്കുന്നവൻ ജീവിതത്തിലെ കൊടുങ്കാറ്റിലും ഉറച്ചു നിൽക്കും. ദൈവം പ്രസാദിച്ചാൽ നഷ്ടങ്ങൾ അനുഗ്രഹങ്ങളായി മാറും, കണ്ണീർ സാക്ഷ്യങ്ങളായി മാറും, മരുഭൂമികൾ ഉറവയായി മാറും. ആ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നുചെല്ലാം. പ്രാർത്ഥിക്കാം. കരുണയുടെ കർത്താവേ, കൈവിട്ടു പോകുന്ന നിമിഷങ്ങളിലും കൈപിടിച്ച് നടത്തുന്ന ദൈവമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹിതത്തിൽ വിശ്രമിക്കുവാൻ കൃപ ചെയ്യണമേ. അനുഗ്രഹങ്ങളെക്കാൾ അനുഗ്രഹദാതാവിനെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കുവാറാകണമേ. അങ്ങയുടെ പ്രസാദത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം വിരിയുവാൻ അവിടുന്ന് അനുവദിക്കണമേ. ഞങ്ങളുടെ കാൽവഴികളിൽ സമാധാനത്തിലേക്കും ഹൃദയങ്ങൾ വിശുദ്ധിയിലേക്കും ആത്മാക്കൾ അങ്ങയുടെ നിത്യസാന്നിധ്യത്തിലേക്കും നയിക്കപ്പെടുവാൻ തക്കവണ്ണം അനുവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ.